ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ബീഫ് കട്ട്ലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാനും കറുത്തും കൂടെ സാധനങ്ങൾ വാങ്ങാൻ പോകുന്നതാണ്. ലിഡിലാണ് കേട്ടോ ഞങ്ങൾ പോയത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ വാങ്ങിയത് സവോളയും മുട്ടയും മാത്രമാണ് കേട്ടോ. ബാക്കി ഒരുവിധം കട്ട്ലേറ്റിന് വേണ്ട സാധനങ്ങളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അവൾ വീട്ടിലോട്ട് വേണ്ട കുറച്ച് സാധനങ്ങളും വാങ്ങി. പിന്നെ ഈ ഇടയായിട്ട് എനിക്കും കാർത്തൂനും ഏകദേശം സെയിം ഡേ തന്നെയാണ് കേട്ടോ ഓഫ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മെയിൻ ഹോബി എന്ന് പറയുന്നത് ഇതുപോലുള്ള എന്തെങ്കിലും പലഹാരങ്ങൾ ഉണ്ടാക്കൽ ട്രൈ ചെയ്യലൊക്കെയാണ് കേട്ടോ. അതിൽ ചിലതൊക്കെ സക്സസ് ആവും, ചിലതൊക്കെ ഫ്ലോപ്പായി പോകാറുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ബീഫ് വാങ്ങാനായിട്ട് അസിയ ഫുഡ് സെൻറ്ററിലോട്ടാണ് പോയത്. അവിടെ നിന്ന് ഞങ്ങളൊരു ബേബി ബീഫാണ് കേട്ടോ വാങ്ങിയത്. അങ്ങനെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി ഞങ്ങളുടെ പണികൾ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം തന്നെ ഉരുളൻകിഴങ്ങും ബീഫും ഉപ്പും കുരുമുളകും ചേർത്ത് കുറച്ച് വെള്ളവും ആഡ് ചെയ്തിട്ട് കുക്കറിൽ വേവിച്ചു കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ട മസാലയ്ക്കായിട്ട് ഞങ്ങൾ എടുത്തത് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും സവോളയും കുറച്ച് ഉപ്പും കുരുമുളകും ചേർത്തിട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ബ്രെഡ് ഇതുപോലെ മിക്സിയിൽ സോഫ്റ്റായി പൊടിച്ചെടുത്തു. അത് കഴിഞ്ഞ് വേവിച്ച് വെച്ച ഉരുളൻകിഴങ്ങും ബീഫും ഇന്ന് മസാലയിലോട്ട് ആഡ് ചെയ്ത് ഇതുപോലെ നന്നായി മിക്സ് ചെയ്തു കേട്ടോ. അങ്ങനെ മിക്സിങ്ങും പരിപാടികളും കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളിതാ കട്ട്ലേറ്റ് ഉണ്ടാക്കൽ തുടങ്ങി. ഇതിനിടയിൽ മുട്ട ഞങ്ങൾ നന്നായി ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളുടെ കട്ട്ലേറ്റ് മിക്സ് ഇതുപോലെ റൗണ്ട് ഷേപ്പിലാക്കി ആദ്യം തന്നെ മുട്ടയിൽ മുക്കി പിന്നെ ബ്രെഡ് പൊടിയിൽ മുക്കി വറുത്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ കട്ട്ലേറ്റ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടനും അക്ഷയൊക്കെ വന്നു. ഞങ്ങളൊരു കാപ്പിയൊക്കെ ഇട്ട് എല്ലാവരും കൂടെ എൻജോയ് ചെയ്തിരുന്നു.